തീർത്ഥത്തിന് വളരെ മാഹാത്മ്യമാണുള്ളത്. തീർത്ഥം എന്നത് ദേവന്റെ സ്നാനജലമാണ്. ജലം മാത്രമല്ല, ക്ഷീരം, പനിനീർ, തേൻ, എണ്ണ, നെയ്യ്, തൈര് തുടങ്ങിയവയും അഭിഷേകമായി ഉപയോഗിക്കും. ഏറ്റവും ഒടുവിലാണ് ജലം അഭിഷേകം നടത്തുന്നത്. ഇവയെല്ലാം ഒരു പാത്രത്തിൽ ശേഖരിച്ച് അതാണ് തീർത്ഥമായി നൽകുന്നത്. ബിംബസ്പർശിയായ ജലം വളരെ പുണ്യവർദ്ധനമാണ്. അത് അല്പം ശരീരത്തിൽ വ്യാപിച്ചാൽ ഒരു മാസ്മരിക ശക്തിയായാണ് ശരീരത്തിന് ലഭിക്കുന്നത്. അതും പ്രഭാതത്തിൽ വെറും വയറ്റിൽ നിത്യേന തീർത്ഥം കഴിക്കുന്നത് ശരീരശുദ്ധിക്കും ഉന്മേഷത്തിനും മനഃശുദ്ധിക്കും കാരണമാണ്. കൂടാതെ പുണ്യം ലഭിക്കുകയും പാവം നശിക്കുകയും ചെയ്യും. അതാണ് പഴമക്കാർ പണ്ടുമുതൽ കുളി കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ചിരുന്നത്. ഇന്നും ധാരാളം ആളുകൾ അത് ആചരിക്കുന്നുണ്ട്. ഇത് വെറും ഒരു ആചാരം മാത്രമല്ല, പുണ്യം വർദ്ധിക്കുന്നതിനും ആരോഗ്യം ഉണ്ടാകുന്നതിനും വളരെ നല്ലതാണ്.